അതായത് കെ സുധാകരനുമായിട്ടാണ് ഡീല് കംപ്ലീറ്റ് ഉറപ്പിച്ചു. കെ സുധാകരന്റെ സാമ്പത്തിക പ്രതിസന്ധിയും തീർക്കാനുള്ള വക്കത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് KPCC കിട്ടുന്നത്. ഹലോ, കേൾക്കാം. ഞാനിത് ഒന്നല്ലല്ല 3-4 തവണ പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് സുധാകരനോട് ഈ കാര്യം ചോദിക്കാത്തത്? സുധാകരൻ എന്നെ കുറിച്ച് സുധാകരൻ നിഷേധിച്ചിട്ടില്ലല്ലോ. നിഷേധിക്കട്ടെ. ഇതുവരെ സുധാകരൻ നിഷേധിച്ചോ? സുധാകരനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? പ്രകാശ് ജാവദേക്കർ പറഞ്ഞാണോ ബോധ്യപ്പെട്ടത്? നേരിട്ട് താങ്കൾ സാക്ഷ്യം പ്രകാശ് ജാവദേക്കർ പറഞ്ഞ പിന്നെ പ്രകാശ് ജാവദേക്കർ കൺവിൻസ് ചെയ്യാണ്. ഇങ്ങനെ ഞങ്ങൾ നടത്തി, പരാജയപ്പെട്ടു. മുരളിയെ സമീപിച്ചു, പരാജയപ്പെട്ടു. PMOയുടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രനെ വിട്ട് കുഞ്ഞാലിക്കുട്ടിയായിട്ട് സംസാരിച്ചു, ഒന്നും നടന്നില്ല. ഇനി അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ പിടിച്ചിട്ട് കാര്യമില്ല, ഹിന്ദുക്കൾ കൂടുതൽ ലെഫ്റ്റിന്റെ കൂടെയാണ്. അപ്പൊ ലെഫ്റ്റിനെ മാനേജ് ചെയ്യണം. അതാണ് ഇനിയിപ്പോ തീരുമാനം. അതായത് ഒരു നിമിഷം, ഇതെല്ലാം സംസാരിക്കുന്നത് ഈ കൊച്ചുമകന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന വീട്ടിലെ അടച്ചിട്ട മുറിയിലാണോ? അടച്ചിട്ട മുറിയിലൊന്നുമല്ല, ആ കയറി ചെല്ലുമ്പോഴുള്ള ഫ്രണ്ടിൽ വെച്ച് അധികം സമയമൊന്നും എടുത്തില്ലെന്ന്. ജാവദേക്കർ ഭയങ്കര സ്പീഡും ഭയങ്കര ആക്റ്റീവുമാണ്. ടക്ക് ടക്ക് എന്നാണ് അദ്ദേഹം. ഐപാഡ് തുറക്കുന്നു, സുധാകരനുമായി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഫൈനൽ സ്റ്റേജ് എത്തി. സുധാകരൻ ബാക്ക് ഔട്ട് ചെയ്തു, മുരളി അപ്രോച്ച് ചെയ്തു, ബാക്ക് ഔട്ട്. പിന്നെ പറയുന്നു ഇയാളെ കണ്ടു, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സമീപിച്ചു, അടുത്തെത്തി, പോയി. അതിനുശേഷം ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് ശോഭ സുരേന്ദ്രനെ അയച്ചു. PMOയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയെ സെൻട്രലിൽ പ്രതിഷ്ഠിക്കാം, ഹജ്ജ് കൊടുക്കാം. ഇതൊന്നും നടന്നില്ല. അപ്പോൾ ഇയാളുടെ ഈ മറാത്തി കലർന്ന് ഹിന്ദി മനസ്സിലായിട്ട് എന്താ ഈ പറയണേന്ന് ചോദിച്ചു എന്നോട്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു ഹിന്ദി റിപ്പോർട്ടർ ചോദിച്ചല്ലോ കണ്ണൂർ വെച്ച്, എന്താ ഈ പറയണേന്ന് ചോദിച്ചോലെ ഞങ്ങളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് പറയണത്. അപ്പൊ പറഞ്ഞു ഇതൊന്നും നടക്കൂല, നിങ്ങൾക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പാടാണ്, നിങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് അത്രയാണ് സംഭാഷണം നടന്നു. ഞങ്ങൾ സന്തോഷമായി പിരിഞ്ഞു. പക്ഷെ അപ്പോഴും ജാവദേക്കർ പറഞ്ഞു ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം തൃശ്ശൂര്, പകരം ഞങ്ങൾ 26 പിടിക്കാം. അപ്പൊ ഞാൻ എടുത്ത് ചോദിച്ചു എങ്ങനെ 24 നിങ്ങൾ അധികാരത്തിൽ വന്നാലും 26 പിടിച്ചു വരാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഇതാണ് നടന്നത്. ഇതിനകത്ത് ശോഭയ്ക്ക് എവിടെ റോള് പറ? അല്ല, ഇത്രയും കാര്യം മാത്രമാണ് EP ജയരാജനുമായി സംസാരിച്ചത്. EP ജയരാജൻ ഈ കാര്യം പലതും ബോധ്യമായില്ല. EP ജയരാജൻ ഒരു മറുപടിയും പറഞ്ഞതുമില്ല. EP ജയരാജൻ ഇയാളുടെ ഭാഷ ഇയാൾ നിങ്ങൾ ജാവദേക്കർ ഇന്റർവ്യൂ എടുക്ക്. ഒന്നാമത്തെ ഇന്ത്യയിൽ മറാത്തി കയറ്റും, ഇംഗ്ലീഷ് പറയുമില്ല, മനസ്സിലായ? പിന്നെ എങ്ങനെ EPക്ക് മനസ്സിലാവണത്? ഹിന്ദിയിൽ മറാത്തി കയറ്റും അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മൊത്തത്തിൽ 4 മിനിറ്റ് സമയം മാത്രമാണ് എടുത്തത്. 4 ഒരു 6, 7, 10 4 4 ലിഫ്റ്റിൽ കയറി മുകളിലെത്തണമെങ്കിൽ 4 മിനിറ്റ് വേണമല്ലോ ടോപ്പ് ഫ്ലോറിൽ. അല്ല നന്ദകുമാർ, അപ്പോഴും ഒരു സംശയമുള്ളത്, ഇപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പ്രകാശ് ജാവദേക്കർ ഡീല് ചെയ്യാൻ വന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? EP പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ടോർച്ചർ ചെയ്യാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള SNC ലാവലിൻ നിരന്തരം ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു, ഞങ്ങളുടെ ആളുകളെ. അപ്പൊ EP പണ്ട് തൃശ്ശൂരിന്റെ ചാർജുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കരുവന്നൂരും കുട്ടനെല്ലൂരും ഒക്കെ EPയുടെ കാലത്ത് അന്വേഷണം നടത്തിയതാണ്, ഓർമ്മയുണ്ടോ? MM വർഗീസിന് മുമ്പ്. അപ്പൊ ആ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ടൈറ്റ് ചെയ്യണം. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്രമപ്പെടുത്ത്, എന്നിട്ട് നമുക്ക് ക്രമപ്പെടുത്തുന്നുള്ള ലിമിറ്റ് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് പോവാൻ സമയമായി എന്ന് പറഞ്ഞ് അധികം ഇറങ്ങി. ഞങ്ങൾ ചായയും കുടിച്ച്. അതായത് ഒരു നിമിഷം, EP ജയരാജൻ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഈ ഇദ്ദേഹവുമായി സംസാരിച്ചിരുന്നോ? പ്രകാശ് ജാവദേക്കറുമായി EP പറഞ്ഞു ലാവ്ലിൻ നിങ്ങൾ എന്റെ നേതാവിനെ പിണറായിയെ ടോർച്ചർ ചെയ്യുന്നു, വീണ്ടും ഒരു കാര്യമില്ലാത്ത കേസ്. 2 കരുവന്നൂര് നിങ്ങൾ നന്ദകുമാർ, താങ്കളുടെ സാന്നിധ്യത്തിൽ തന്നെ EP പറഞ്ഞു എന്നത് ആണോ താങ്കൾ ആവർത്തിക്കുന്നത്? കാര്യം ലാവ്ലിൻ കേസിലൊക്കെ താങ്കൾ ഒരു ഘട്ടത്തിൽ ഇടപെട്ടിരുന്നു. പറഞ്ഞത് പൊളിറ്റിക്സ് EP BJP ജോയിൻ ചെയ്യാനല്ല പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന്. ഈ ജാവദേക്കർ EPക്ക് താല്പര്യം വന്നത് സുധാകരന്റെ നീക്കങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ. സുധാകരൻ ഒരു പരിധി EPയെ പറയുന്ന കുറ്റപ്പെടുത്തൽ 90% നീങ്ങിയത് സുധാകരനാണ്. അതിന് പകരം ജയരാജൻ എന്ന് പറയുകയാണ് ഈ ലേഡി കിടന്ന് വെറുതെ. അല്ല, അത് 90% പോയത് അടുത്തത് കെ സുധാകരനാണ്, EP ജയരാജനല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കണം, സുധാകരൻ നിഷേധിക്കട്ടെ. ഞാൻ 2 തവണ 3 തവണ പറയുന്നത്, എനിക്കൊരു സ്ഥാനമില്ല, ഞാൻ വെല്ലാള് പോട്ടെ, സുധാകരൻ പറയട്ടെ. ഇല്ല, ബാക്കി വിവരങ്ങളൊന്നും നമുക്കറിയില്ല. TG കെ സുധാകരൻ എവിടെ വെച്ചാണ് ചർച്ച നടത്തിയത് നമുക്കറിയില്ല, ആര് വഴിയാണ് ചർച്ച നടത്തിയത് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കണേക്ക്, നിങ്ങളുടെ കയ്യിൽ ആക്കുളത്തെ ഫ്ലാറ്റിൽ വെച്ച് EP ഞാനും ജാവദേക്കർ കൂടി കഴിച്ചിട്ട് നിങ്ങളുടെ എന്ത് വിവരമുണ്ട്? ഞാനല്ലേ ഇത് ആദ്യം പറഞ്ഞത്. അതെ, പക്ഷേ അതിനുശേഷം EP സമ്മതിക്കുന്നുണ്ട്, പ്രകാശ് ജാവദേക്കർ അത് സമ്മതിക്കുന്നുണ്ട്, അതോടുകൂടി കൂടിക്കാഴ്ച ഉറപ്പിച്ചു. പക്ഷേ കെ സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തെളിവ് നമുക്കില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സുധാകരനോടും
മുരളീധരനോടും രമേശ് ചെന്നിത്തലയോടും കുഞ്ഞാലിക്കുട്ടിയോടും ചോദിക്കും. അവർ നിശ്ചയിച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടി ഒഴിച്ചുള്ളെല്ലാം ജാവദേക്കർ പറയും ഇന്നും നാളെയായിട്ട് എത്ര കൂടിക്കാഴ്ച നടത്തിയെന്ന്. കുഞ്ഞാലിക്കുട്ടിയുമായി പക്ഷേ ഈ കൂടിക്കാഴ്ചകളൊന്നും ഫലം കണ്ടില്ല എന്നതാണ് അതിന്റെ അവസാനത്തെ റിസൾട്ട്. എന്റെ ചോദ്യം ഇതാണ്, EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ EP ജയരാജൻ രാഷ്ട്രീയം സംസാരിച്ചോ? ഒറ്റ ചോദ്യമാണ്, സ്ട്രെയിറ്റ് ചോദ്യമാണ്. EP ജയരാജൻ പറഞ്ഞ പൊളിറ്റിക്സ് അല്ല. EP ജയരാജൻ പറഞ്ഞ് മിസ്റ്റർ ജാവദേക്കർ വെരി ഡിഫിക്കൽട്ട്, കാരണം നിങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും ഇല്ല, മുസ്ലിങ്ങളുടെ സപ്പോർട്ടും ഇല്ല, അതുകൊണ്ട് ഇതൊന്നും നടക്കൂല കേരളത്തിൽ. നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ജാവദേക്കർ പാതിരിമാരെ പിടിക്കാനും ഇറങ്ങണുണ്ട്. പിന്നെ പാതിരിമാരുടെ വീട് കയറി ഇറങ്ങലും പള്ളി കയറലും എന്താണ് ക്രിസ്മസ് കാർഡാ എന്താണ്ടൊക്കെ കൊണ്ടേ കൊടുക്കലൊക്കെ കണ്ടല്ല. പിന്നെ അത് കഴിഞ്ഞപ്പോ ആ ക്രിസ്മസിന് മനസ്സിലായി. ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു നീക്കം ജാവദേക്കർ നടത്തിയോ? അതല്ല പ്രകാശ് ജാവദേക്കറിന് തന്റെ നീക്കം പരാജയപ്പെട്ടുവെന്ന് ബോധ്യമാവുകയായിരുന്നു ടി ജി? എങ്ങനെ പരാജയപ്പെട്ടു? പ്രകാശ് ജാവദേക്കർ നീക്കം കണ്ടിന്യൂ ചെയ്തിരുന്നു. ഞങ്ങൾ തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു. ആ ബന്ധത്തിൽ വീണ്ടും ഇത് EP ജയരാജനുമായി തുടർന്ന് സംസാരിച്ചിരുന്നോ? ആ കുളത്തെ ചർച്ചയ്ക്ക് ശേഷം തുടർന്നൊന്നുമില്ല. അതിനിടെ ജാവദേക്കർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ റിസോർട്ടിനെതിരെ ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. EP എന്നോട് പറയാൻ പറഞ്ഞു, അത് പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അതായത് ഒരു കാര്യം കൂടി, ഈ EP ജയരാജന്റെ റിസോർട്ടുമായി അഥവാ ഈ വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണം നടന്നതിന്റെ തുടർച്ചയാണോ? വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടന്നതിന്റെ തുടർച്ചയായിട്ടാണോ ഈ പറയുന്ന പ്രകാശ് ജാവദേക്കറിന്റെ കൂടിക്കാഴ്ച? അന്ന് അന്വേഷണം തുടങ്ങിയിട്ടില്ല. അന്വേഷണത്തിലുള്ള പരാതി ECR രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. EDയുടെ നടപടി അറിയാമല്ലോ, പ്രിലിമിനറി ECIR. അത് രജിസ്റ്റർ ചെയ്തത് ജാവദേക്കർ തപ്പിയെടുത്തുകൊണ്ടുവന്ന്. അന്ന് SNC ലാബിന് ഞാൻ ഓർക്കാൻ കാര്യം, SNC ലാബിന് കൺസീഡ് ചെയ്യാന്ന് ജാവദേക്കർ പറയാൻ കാര്യം, ജാവദേക്കർ പറയുന്നത് ജെനുവിനാന്ന് പറയാൻ കാര്യം, ജാവദേക്കർ ഒരു പേപ്പർ തുണ്ട് എടുത്ത് ആ പേപ്പർ തുണ്ടില് SV രാജു എന്ന് പേര് കണ്ട്. കാരണം SV രാജു എന്ന് പറഞ്ഞ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ലാബിൽ കേസിന് ഇനി വരാൻ പോണത്. രാജു കൺസീഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹൂ ഇസ് രാജു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് കത്തിയില്ല. അപ്പോഴാണ് പിന്നെ മനസ്സിലാണ് SV രാജു എന്ന് പറഞ്ഞ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. ഇപ്പൊ 1/5 കേസ് വാദിക്കേണ്ടി വന്നാൽ വരാൻ പോണത്, അല്ലാണ്ട് തുഷാർ മേത്ത അല്ല. SV രാജു ഇസ് റെഡി ടു കൺസീഡ്. യു ഡോണ്ട് വെറി, യു ജസ്റ്റ് അഡ്ജസ്റ്റ് ടു ചൂസ്. സുരേഷ് ഗോപി ഇസ് അവർ ഡ്രീം കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പോഴൊക്കെ ഈ ഇംഗ്ലീഷും ഹിന്ദിയും മറാത്തിയും കൂടി കയറാൻ EB ആകെ കൺഫ്യൂഷനായി.